ഇത് ഷെർലക് ഹോംസിന്റെ ട്രൂ ഡിറ്റക്റ്റീവ് സ്കിൽ കാണിക്കുന്ന ഒരു കേസാണ്. ഈ കഥയുടെ ബ്രില്യൻസ് ഒരു സാധാരണ കേസിനെ അത്ഭുതകരമായ ബുദ്ധിശക്തിയിലൂടെ എങ്ങനെ പരിഹരിക്കുന്നു എന്നതിലാണ്. ക്രിസ്മസ് കഴിഞ്ഞ അടുത്ത ദിവസം ഡോക്ടർ ജോൺ വാട്സൺ ഷെർലക് ഹോംസിനെ കാണാനെത്തുന്നു. ഹോംസ് അവിടെ ഒരു പഴയ തൊപ്പി പരിശോധിക്കുകയാണ്. ഒരു താറാവും തൊപ്പിയുമാണ് ഇതിലെ ക്ലൂ. കോൺസ്റ്റബിൾ പീറ്റേഴ്സിന് തോന്നിയ ചെറിയൊരു കൗതുകം. പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് നോക്കൂ. ഇത് അയാളുടെ തൊപ്പിയാണോ? ഉടമസ്ഥനാരെന്ന് അറിഞ്ഞുകൂടാ. ഇത് വെറും ഒരു കീറത്തൊപ്പിയാണെന്ന് കരുതരുത്. ഒരു ബുദ്ധിപരീക്ഷയ്ക്കുള്ള ഉപകരണമായി കാണണം. ആദ്യം ഇതെങ്ങനെ ഇവിടെ എത്തിയെന്ന് നോക്കുക. ക്രിസ്മസ് ദിവസം രാവിലെ ഒരു തടിച്ചു കൊഴുത്ത താറാവിനോടൊപ്പം കിട്ടിയതാണ്. വിശദമായി പറയാം. പീറ്റേഴ്സൺ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണെന്ന് അറിയാമല്ലോ. ക്രിസ്മസ് നാൾ രാവിലെ ഉദ്ദേശം 4 മണിക്ക് അയാൾ അല്പം വിനോദ പരിപാടിയും കഴിഞ്ഞ് ടോട്ടൻഹാം കോർട്ട് റോഡ് വഴി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അപ്പോൾ കുറെ മുൻപിലായി ഒരു തെരുവ് വിളക്കിന്റെ പ്രകാശത്തിൽ ഉയരം കൂടിയ ഒരു മനുഷ്യൻ താറാവുമായി ആടി ആടി നടന്നു പോകുന്നത് കണ്ടു. ഗുഡ് സ്ട്രീറ്റിന്റെ തെരുവിലെത്തിയപ്പോൾ അവിടെ നിന്നിരുന്ന 4-5 തെമ്മാടികളുമായി ഒരു ചെറിയ കശപിശയുണ്ടായി. ഒരുത്തൻ വഴിപോക്കന്റെ തൊപ്പി തട്ടിത്തെറിപ്പിച്ചു. അയാൾ ആത്മരക്ഷാർത്ഥം വടി ഓങ്ങിയപ്പോൾ സമീപത്തെ കടയിലെ കണ്ണാടി ജനൽ തകർന്നുപോയി. അയാളെ സഹായിക്കാൻ പീറ്റേഴ്സൺ ഓടിച്ചെന്നു. പക്ഷേ കണ്ണാടി ഉടഞ്ഞതും യൂണിഫോം ധരിച്ച ഒരാൾ തന്റെ നേരെ ഓടി വരുന്നതും കണ്ട് അയാൾ താറാവിനെ ഉപേക്ഷിച്ച് ഒരിടവഴിയിലൂടെ ഓടിമറഞ്ഞു. പീറ്റേഴ്സനെ കണ്ട് തെമ്മാടികളും ഓടിപ്പോയി. യുദ്ധരംഗത്ത് അവശേഷിച്ച തൊപ്പിയും ഒന്നാന്തരം ക്രിസ്മസ് താറാവും പീറ്റേഴ്സന് കിട്ടി. അവ ഉടമസ്ഥന് തിരിച്ചേൽപ്പിക്കേണ്ടതാണല്ലോ. എന്റെ വാട്സൺ, അതെങ്ങനെ സാധിക്കും? താറാവിന്റെ കാലിൽ മിസസ് ഹെൻറി ബേക്കർക്ക് എന്നെഴുതിയിരുന്ന ഒരു കാർഡ് കെട്ടിത്തൂക്കിയിരുന്നു എന്നത് ശരി തന്നെ. തൊപ്പിയുടെ ഒരു വശത്ത് HB എന്ന അക്ഷരങ്ങൾ തുന്നിച്ചേർത്തിട്ടുമുണ്ട്. പക്ഷേ നമ്മുടെ പട്ടണത്തിൽ ബേക്കർ എന്നു പേരുള്ള 1000 പേരെങ്കിലും കാണും. ഹെൻറി ബേക്കർമാർ തന്നെ 100 കണക്കിനുണ്ടാവും. അവരിൽ ആരാണ് ഉടമസ്ഥനെന്ന് എങ്ങനെ അറിയും? പീറ്റേഴ്സൺ എന്തു പറഞ്ഞു? രാവിലെ തൊപ്പിയും താറാവുമായി അയാൾ ഇവിടെ എത്തി. ഏറ്റവും നിസ്സാരമായ പ്രശ്നങ്ങളിൽ പോലും എനിക്ക് താല്പര്യമുണ്ടാകുമെന്ന് അയാൾക്കറിയാം. താറാവ് ഇന്ന് രാവിലെ വരെ ഇവിടെയായിരുന്നു. നല്ല മഞ്ഞുണ്ടെങ്കിലും ഇനിയും വെച്ചിരുന്നാൽ ഇറച്ചി തിന്നാൻ കൊള്ളാതാവും. അതുകൊണ്ട് കണ്ടയാൾ തന്നെ അത് കൊണ്ടുപോയി. ഇപ്പോൾ ഏതൊരു താറാവിന്റെയും വിധി അതിനും സംഭവിച്ചിരിക്കാം. ക്രിസ്മസ് സദ്യ നഷ്ടമായ ആ മനുഷ്യന്റെ തൊപ്പിയുമായി ഞാനിതാ ഇവിടെ ഇരിക്കുന്നു. ഇവ നഷ്ടമായ വിവരം അയാൾ പത്രത്തിൽ പരസ്യപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഉടമസ്ഥരാരെന്ന് എങ്ങനെ അറിയും? നമുക്കത് ഊഹിച്ച് മനസ്സിലാക്കാമല്ലോ. ഈ തൊപ്പിയിൽ നിന്നോ? അതെ വാട്സൺ. ഹോംസ്, തമാശ കളയൂ. ഈ പഴഞ്ചൻ തൊപ്പിയിൽ നിന്നും എന്ത് മനസ്സിലാക്കാനാണ്? വാട്സൺ, ഇതാ എന്റെ ലെൻസ്. എന്റെ രീതികൾ അറിയാമല്ലോ. ഇത് ധരിച്ചിരുന്നയാളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് എന്തു മനസ്സിലാകുമെന്ന് താങ്കളൊന്ന് നോക്കൂ. തെല്ല് വ്യസനത്തോടെ ആ കീറത്തൊപ്പി കയ്യിലെടുത്ത് വാട്സൺ തിരിച്ചു മറിച്ചു നോക്കി. തികച്ചും സാധാരണമായ വൃത്താകൃതിയിലുള്ള കറുത്ത തൊപ്പി. കട്ടിയുള്ളത്, ഉപയോഗശൂന്യമാണെന്ന് തന്നെ പറയാം. അകത്തെ ചുവന്ന സിൽക്ക് ലൈനിങ്ങിന് നിറഭേദം വന്നിട്ടുണ്ട്. നിർമ്മാതാവിന്റെ പേരില്ല. HB എന്ന് ഒരു വശത്ത് തുന്നി പിടിപ്പിച്ചിട്ടുണ്ട്. വക്കിൽ തൂക്കിയിടാനുള്ള ഒരു ദ്വാരമുണ്ട്. പൊട്ടിപ്പൊളിഞ്ഞ് പൊടി പുരണ്ടതാണെങ്കിലും നിറം മങ്ങിയിട്ടുള്ളിടത്ത് മഷി പുരട്ടി മറയ്ക്കാൻ ശ്രമിച്ചിരിക്കുന്നു. ഞാനൊന്നും കാണുന്നില്ല. വാട്സൺ ആ തൊപ്പി തിരിച്ചു കൊടുത്തു. നിങ്ങളെല്ലാം കാണുന്നുണ്ട് വാട്സൺ. നേരെ മറിച്ച് കാണുന്നതിനെ യുക്തി ഉപയോഗിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. തീരുമാനങ്ങൾ എടുക്കാൻ ശങ്കിക്കുന്നതെന്തിന്? ദയവ് ചെയ്ത് നിങ്ങൾ എന്തെല്ലാം മനസ്സിലാക്കിയെന്ന് പറയൂ. ഷെർലക് ഹോംസ് തൊപ്പിയെടുത്ത് തന്റെ പ്രത്യേകമായ രീതിയിൽ സൂക്ഷിച്ചു നോക്കി. ഇത് പതിവിലും കുറച്ച് സൂചനകളെ നൽകുന്നുള്ളൂ. ചിലത് വളരെ വ്യക്തമാണ്, മറ്റു ചിലത് ഏറെക്കുറെ അനുമാനിച്ചെടുക്കാവുന്നതും. ഇതിന്റെ ഉടമസ്ഥൻ നല്ല ബുദ്ധിസാമർഥ്യമുള്ളവനാണെന്നതിൽ സംശയമില്ല. കഴിഞ്ഞ 3 വർഷക്കാലത്തിനിടയ്ക്ക് സാമാന്യം നല്ല നിലയിൽ ജീവിച്ചു വന്നതാണെങ്കിലും അടുത്തിടെ അല്പം വിഷമത്തിലാണ്. മുൻകരുതലുണ്ടായിരുന്നു, ഇപ്പോഴത് കുറഞ്ഞു വരുന്നു. ധാർമ്മികമായ അധപതനവും കാണുന്നുണ്ട്. ക്ഷയിച്ചു വരുന്ന സമ്പാദ്യത്തിന്റെ കാര്യം കൂടി ഓർക്കുമ്പോൾ ഏതോ ദുർനടപടിക്ക്, ഒരുപക്ഷെ മദ്യപാനത്തിനാവാം, വശംവദനായെന്ന് തോന്നുന്നു. ഇക്കാരണം കൊണ്ട് തന്നെയാണ് ഭാര്യ അയാളെ സ്നേഹിക്കാത്തതും. എന്റെ പൊന്നു ചങ്ങാതി, ഇതൊക്കെ എങ്ങനെ പറയാൻ പറ്റും? വാട്സന്റെ തടസ്സവാദം ഗൗനിക്കാതെ ഹോംസ് തുടർന്നു. എങ്കിലും അയാൾ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഉദാസീനമായ ഒരു ജീവിതമാണ് അയാളുടേത്. പുറത്തു പോകാറില്ല, വ്യായാമം തീരെയില്ല. നരച്ചു തുടങ്ങിയ തലമുടി 2-3 ദിവസത്തിനുള്ളിൽ വെട്ടിച്ചതാണ്. ലൈം ക്രീമാണ് തലയിൽ പുരട്ടാറുള്ളത്. അയാളുടെ വീട്ടിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലെന്നും തോന്നുന്നുണ്ട്. ഹോംസ്, നിങ്ങൾ തമാശ പറയുകയാണോ? അല്ലയല്ല. ഇത്രയൊക്കെ ആയിട്ടും ഞാനിത് പറയുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെന്നോ? ഞാനൊരു വിഡ്ഢി തന്നെയാണ്, സമ്മതിച്ചു. പക്ഷെ നിങ്ങൾ പറയുന്നത് പിടികിട്ടാത്ത കാര്യമാണ്. ഉദാഹരണത്തിന്, അയാൾ ബുദ്ധിമാനാണെന്ന് എങ്ങനെ മനസ്സിലായി? ഹോംസ് തൊപ്പി സ്വന്തം തലയിൽ വെച്ചു. അത് നെറ്റിയും കഴിഞ്ഞ് മൂക്കു തൊട്ട് അമർന്നിരുന്നു. ഇത് വലിപ്പത്തിന്റെ പ്രശ്നമാണ്. ഇത്രയും വലിയ തലച്ചോറുള്ളയാൾ ബുദ്ധിശൂന്യനാകുമോ? ശരി, അയാളുടെ നശിച്ചു തുടങ്ങിയ സ്വത്തിന്റെ കാര്യം? വാട്സൺ, ഈ തൊപ്പിക്ക് 3 കൊല്ലത്തെ പഴക്കമുണ്ട്. ചുറ്റും മുകളിലേക്ക് വളഞ്ഞ ഈ ഫാഷൻ അപ്പോഴാണ് നിലവിൽ വന്നത്. ഒന്നാം തരം സാധനമാണ്. സിൽക്കിന്റെ ലൈനിങ് നോക്കൂ. ഇത്തരം വില കൂടിയ ഒരെണ്ണം 3 വർഷം മുൻപ് വാങ്ങണമെങ്കിൽ അതിനുശേഷം മറ്റൊന്ന് വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാളുടെ സമ്പത്ത് ക്ഷയിച്ചു പോയെന്നല്ലേ അർത്ഥം. അത് ശരി തന്നെ.
മുൻകരുതലിന്റെയും ധാർമ്മിക അധപ്പതനത്തിന്റെയും ലക്ഷണങ്ങൾ? ഹോംസ് ചിരിച്ചുകൊണ്ട് മുഖത്തുറപ്പിക്കാനുള്ള ഹെൽമെറ്റ് ചൂണ്ടിക്കാണിച്ചു. ഇതാണ് മുൻകരുതൽ. ഇത് തൊപ്പിയോടൊപ്പം വാങ്ങാൻ കിട്ടുകയില്ല. പിന്നീട് പറഞ്ഞു ചെയ്യിച്ചതാണ്. കാറ്റടിച്ച് ദൂരെ തെറിച്ചു പോകാതിരിക്കാനുള്ള മുൻകരുതൽ. അതിന്റെ ഇലാസ്റ്റിക് പൊട്ടിപ്പോയിരിക്കുന്നു. അത് മാറ്റിയിട്ടില്ല. പഴയ മുൻകരുതൽ ഇപ്പോഴില്ലാതായിരിക്കുന്നു എന്നർത്ഥം. അതേസമയം നിറം മങ്ങിയ ചിലയിടങ്ങളിൽ മഷി തേച്ചിരിക്കുന്നത് കണ്ടില്ലേ? അഭിമാനബോധം നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണത് കാണിക്കുന്നത്. ഓ, താങ്കളുടെ ഊഹം ശരിയായിരിക്കാനിടയുണ്ട്. ആൾ മധ്യവയസ്കനാണെന്നും തല നരച്ചു തുടങ്ങിയിട്ടുണ്ടെന്നും മുടി വെട്ടിച്ചിട്ട് കുറെ നാളായില്ലെന്നും ലൈം ക്രീമാണോ ഉപയോഗിക്കുന്നത് എന്നുമുള്ള കാര്യങ്ങൾ ഉള്ളിലെ ലൈനിങ് സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ കിട്ടിയ വിവരങ്ങളാണ്. കത്രിക കൊണ്ട് മുറിച്ച ചെറിയ മുടിയിഴകൾ ധാരാളം ലെൻസിലൂടെ നോക്കിയാൽ കാണാം. അവ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. ലൈം ക്രീമിന്റെ ഗന്ധവുമുണ്ട്. തൊപ്പിയുടെ പുറത്തുള്ള പൊടി റോഡിലെ ചാര നിറത്തിലുള്ള വലിയ തരികളല്ല, വീടിനുള്ളിൽ കാണുന്ന തവിട്ട് നിറത്തിലുള്ള മൃദുവായ പൊടിയാണ്. കൂടുതൽ സമയവും വീട്ടിനുള്ളിൽ വച്ചിരുന്നു എന്നർത്ഥം. ഇതിന്റെ ഉൾവശത്തെ ജലാംശം അയാൾ ധാരാളം വിയർക്കാറുണ്ടെന്ന് വിളിച്ചു പറയുന്നു. വ്യായാമത്തിന്റെ പോരായ്മ തന്നെയാവാം കാരണം. അപ്പോൾ അയാളുടെ ഭാര്യ ഇപ്പോൾ സ്നേഹിക്കുന്നില്ലെന്ന് കണ്ടുപിടിച്ചതെങ്ങനെ? ഈ തൊപ്പി തുടച്ചിട്ട് ആഴ്ചകളായിരിക്കുന്നു വാട്സൺ. നിങ്ങളുടെ തൊപ്പിയിൽ ഒരാഴ്ചയിലേറെ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കുകൾ കാണുമ്പോൾ, അങ്ങനെയൊന്ന് ധരിച്ചുകൊണ്ട് പുറത്തു പോകാൻ നിങ്ങളുടെ ഭാര്യ നിങ്ങളെ അനുവദിക്കുമ്പോൾ, നിങ്ങളും ഭാര്യയാൽ സ്നേഹിക്കപ്പെടാത്ത ഒരു ഭാഗ്യതയാണെന്ന് ഞാൻ കരുതും. അത് കൊള്ളാം. പക്ഷേ അയാൾ ഒരു അവിവാഹിതനാണെങ്കിലോ? അങ്ങനെ ആവില്ല വാട്സൺ. ആ താറാവ് ഭാര്യയ്ക്കുള്ള ഉപഹാരമായിട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് കാർഡിൽ എഴുതിയിരുന്നല്ലോ. കൊള്ളാം. എല്ലാ സംശയങ്ങൾക്കും ശരിയായ ഉത്തരം കിട്ടി. പക്ഷേ വീട്ടിൽ ഗ്യാസ് ഇല്ലെന്ന് മനസ്സിലാക്കിയത് എങ്ങനെയെന്ന് പറഞ്ഞില്ല. മെഴുകുതിരിയുടെ പാട് ഒന്നോ രണ്ടോ സന്ദർഭവശാൽ കണ്ടെന്ന് വരാം. 5 ഇടത്ത് കാണുമ്പോൾ അയാൾ മെഴുകുതിരിയുമായി അടുത്ത് പെരുമാറുന്നു എന്ന് അനുമാനിക്കണം. ഒരു കയ്യിൽ തൊപ്പിയും മറ്റേ കയ്യിൽ മെഴുകുതിരിയുമായി രാത്രി കോണിപ്പടി കയറുമ്പോൾ അങ്ങനെ സംഭവിക്കാം. ഗ്യാസ് കൊണ്ടാണ് വിളക്ക് കത്തിക്കുന്നതെങ്കിൽ മെഴുകുതിരിയുടെ അടയാളം കാണാൻ വഴിയില്ല. എന്താ വാട്സൺ, തൃപ്തികരമായോ? താങ്കൾ സമർത്ഥൻ തന്നെ. പക്ഷേ നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ കുറ്റകൃത്യങ്ങളൊന്നും നടന്നിട്ടില്ലെന്ന്. ഒരു താറാവിന്റെ നഷ്ടം മാത്രമേ ഉള്ളൂവെങ്കിൽ ഇതൊക്കെ വെറും പാഴ്വേലയല്ലേ? ഷെർലക് ഹോംസ് മറുപടി പറയാൻ തുടങ്ങിയതും പീറ്റേഴ്സൺ വാതിലിൽ പ്രത്യക്ഷപ്പെട്ടു. ഓടിക്കിതച്ചു വന്ന അയാളുടെ മുഖം അത്ഭുതം കൊണ്ട് ചുവന്നിരുന്നു. മിസ്റ്റർ ഹോംസ്, ആ താറാവ്? അതിനെന്ത് സംഭവിച്ചു? ഇതാ നോക്കൂ, അതിന്റെ വയറ്റിനുള്ളിൽ നിന്നും കിട്ടിയതാണ്. പീറ്റേഴ്സന്റെ കയ്യിൽ വെട്ടിത്തിളങ്ങുന്ന ഒരു നീല കല്ലുണ്ടായിരുന്നു. ഒരു പയർ മണിയിലേറെ വലിപ്പമില്ലെങ്കിലും അതിൽ നിന്നും വൈദ്യുത വിളക്കിൽ നിന്നെന്ന പോലെ ഒളിച്ചെന്നിയിരുന്നു. ഹോംസ് അത് കയ്യിലെടുത്തു. ദൈവമേ, ഇതെന്താണെന്ന് അറിയാമോ പീറ്റേഴ്സൺ? ഇത് വെറുമൊരു രത്നമല്ല. ഇത്തരത്തിൽ ഒരെണ്ണമേ ഉള്ളൂ. മോർക്കാർ പ്രഭ്യയുടെ നീലമാണിക്യമാണിത്. അടുത്ത കാലത്ത് ടൈംസ് പത്രത്തിൽ ദിനംപ്രതി പ്രസിദ്ധപ്പെടുത്തിയിരുന്ന പരസ്യം ഞാൻ വായിക്കാറുണ്ടായിരുന്നു. ഇതിന്റെ വില കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. 1000 പവൻ പ്രതിഫലമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിലയുടെ 20 ആ തുക. 1000 പവനോ? കർത്താവെ, അത്രയുമോ? അത് സമ്മാനത്തുകയാണ്. പ്രഭ്യയ്ക്ക് ഇതിനോട് വികാരപരമായ ഒരു ബന്ധം കൂടിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രത്നം തിരിച്ചു കിട്ടുന്നതിനായി തന്റെ സ്വത്തിന്റെ പകുതി വേണമെങ്കിലും കൊടുക്കാൻ അവർ തയ്യാറായേക്കും. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹോട്ടൽ കോസ്മോപൊളിറ്റനിൽ നിന്നാണ് ഇത് നഷ്ടപ്പെട്ടത്, അങ്ങനെയല്ലേ? വാട്സൺ ചോദിച്ചു. അതെ, 5 ദിവസം മുൻപ് ഡിസംബർ 22-ാം തീയതി ജോൺ ഹോർണർ എന്നു പേരുള്ള ഒരു ഈയപ്പണിക്കാരൻ അവരുടെ ആഭരണ പെട്ടിയിൽ നിന്നും അത് കൈക്കലാക്കി എന്നാണ് ആരോപണം. അയാൾക്കെതിരെ പ്രബലമായ തെളിവുകളുണ്ട്. കേസ് കോടതിയിലാണ്. പത്രങ്ങളിൽ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഹോംസ് പത്രങ്ങൾക്കിടയിൽ ചികഞ്ഞ് തീയതി നോക്കി അവസാനം ഒരെണ്ണം എടുത്തു. അദ്ദേഹം ആ വാർത്ത അവരെ വായിച്ചു കേൾപ്പിച്ചു. ഹോട്ടൽ കോസ്മോപൊളിറ്റനിൽ ആഭരണ മോഷണം. മോർക്കാർ പ്രഭ്യയുടെ പ്രസിദ്ധമായ നീലമാണിക്യം എന്നറിയപ്പെടുന്ന രത്നം ഇക്കഴിഞ്ഞ 22-ാം തീയതി മോഷണം പോയത് സംബന്ധിച്ച് 26 വയസ്സുള്ള ജോൺ ഹോർണർ എന്ന ഈയപ്പണിക്കാരനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഹോട്ടൽ പരിചാരകൻ ജെയിംസ് റൈഡറുടെ മൊഴിയനുസരിച്ച് സംഭവം ഇപ്രകാരമാണ്. പ്രഭ്യയുടെ മുറിയിലെ ഇരുമ്പഴിയിൽ ഒരെണ്ണം ഇളകിക്കിടക്കുന്നത് ഉറപ്പിക്കാൻ ഹോർണർ നിയോഗിക്കപ്പെട്ടിരുന്നു. റൈഡറാണ് അയാളെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. കുറെ നേരം റൈഡർ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഏതോ കാര്യത്തിന് അയാൾ പുറത്തുപോയി മടങ്ങി വന്നപ്പോൾ പണിക്കാരൻ അപ്രത്യക്ഷനായിരിക്കുന്നു. അലമാര കുത്തി തുറന്നതായും പ്രഭ്വി രത്നം സൂക്ഷിക്കുന്ന ചെറിയ പെട്ടി ഡ്രസ്സിംഗ് ടേബിളിന് പുറത്ത് തുറന്നു കിടന്നതായും കണ്ടു. റൈഡർ ഉടൻ തന്നെ അപകട സൂചന നൽകി. ഹോർണർ അന്ന് വൈകുന്നേരം തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. മോഷണ വിവരം അറിഞ്ഞപ്പോൾ റൈഡർ ഉറക്കെ നിലവിളിച്ചത് കേട്ടതായി പ്രഭ്വിയുടെ തോഴി കാതറിൻ കസാക് മൊഴി നൽകി. മുറിയിൽ ഓടിച്ചെന്ന അവളും ആദ്യത്തെ സാക്ഷി വിവരിച്ചതുപോലെയുള്ള രംഗമാണ് കണ്ടത്. ബി ഡിവിഷൻ ഇൻസ്പെക്ടർ ബ്രാഡ്ഷീറ്റ് ഹോർണറെ അറസ്റ്റ് ചെയ്തപ്പോൾ അയാൾ കീഴടങ്ങാൻ കൂട്ടാക്കാതെ താൻ നിരപരാധിയാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്ര. അയാൾ ഇതിനു മുൻപൊരിക്കൽ മോഷണക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടയാളാണ്. കോടതി വിചാരണയ്ക്കായി കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയിരിക്കുന്നു. കോടതി നടപടികൾക്കിടയിൽ പ്രതി വളരെ പ്രക്ഷുബ്ധനായി കാണപ്പെട്ടു. ഒടുവിൽ ബോധരഹിതനായി തീർന്ന അയാളെ എടുത്ത് പുറത്തു കൊണ്ടുപോകേണ്ടി വന്നു. അത്രയുമാണ് പോലീസിന്റെ വിവരണം. പേപ്പർ ദൂരെ എറിഞ്ഞ് ചിന്തയിലാണ്ട് ഹോംസ് പറഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കുത്തി തുറക്കപ്പെട്ട ആഭരണ പെട്ടിയിൽ നിന്നും ടോട്ടൻഹാം കോർട്ട് റോഡിലെ താറാവിന്റെ ഉദരത്തിൽ കടന്നുകൂടുന്നത് വരെയുള്ള മാണിക്യത്തിന്റെ ഗതി എന്തായിരുന്നു എന്നറിയുകയാണ്.
വാട്സൺ, നമ്മുടെ ചെറിയ അനുമാനങ്ങൾ സ്ഥൂലരൂപം പൂണ്ട് തീരെ നിരുപദ്രവകരമല്ലാത്ത നിലയിലെത്തിയത് കണ്ടോ? ഇതാ ഈ മാണിക്യം താറാവിൽ നിന്ന് നമുക്ക് കിട്ടി. താറാവ് മിസ്റ്റർ ഹെൻറി ബേക്കറുടേത്. ആ പഴഞ്ചൻ തൊപ്പിയും അയാളുടേത് തന്നെ. അതുകൊണ്ട് അയാളെ കണ്ടുപിടിക്കുന്നതിന് നാം കാര്യമായി ശ്രമിക്കണം. ഈ രഹസ്യത്തിൽ അയാൾക്കുള്ള പങ്കെന്തെന്ന് മനസ്സിലാക്കണം. അതിന് ഏറ്റവും ലഘുവായ മാർഗമാണ് ആദ്യം പരീക്ഷിക്കേണ്ടത്. സായാഹ്ന പത്രങ്ങളിൽ ഒരു പരസ്യം കൊടുത്തു നോക്കാം. ഇത് പരാജയപ്പെട്ടാൽ മറ്റു മാർഗങ്ങൾ ആരായേണ്ടി വരും. എന്തു പറഞ്ഞാണ് പരസ്യപ്പെടുത്തുക? ഒരു പെൻസിലും ഒരു കഷ്ണം പേപ്പറും തരൂ. ഗുഡ്സ് തെരുവിന്റെ മൂലയിൽ ഒരു താറാവും കറുത്ത തൊപ്പിയും കണ്ടുകിട്ടിയിരിക്കുന്നു. മിസ്റ്റർ ഹെൻറി ബേക്കർ ഇന്ന് വൈകുന്നേരം 6:30 221B ബേക്കർ സ്ട്രീറ്റിൽ വന്നാൽ സാധനങ്ങൾ കൈപ്പറ്റാവുന്നതാണ്. കാര്യം വ്യക്തമായല്ലോ? ആ, ധാരാളമായി. പക്ഷേ ഈ പരസ്യം അയാൾ കണ്ടില്ലെങ്കിൽ? അയാളെപ്പോലുള്ള ഒരു സാധുവിന് ഈ നഷ്ടം വളരെ വലുതാണ്. അതുകൊണ്ട് അയാൾ പത്രം നോക്കാതിരിക്കില്ല. ഭാഗ്യദോഷം കൊണ്ട് ജനാല പൊട്ടിയതും പീറ്റേഴ്സൺ ഓടി വന്നതും കണ്ടാണ് പാവം ഓടിക്കളഞ്ഞത്. താറാവിനെ ഉപേക്ഷിച്ചതിൽ അയാൾക്ക് തീർച്ചയായും പശ്ചാത്താപം ഉണ്ടാകും. പരസ്യത്തിൽ അയാളുടെ പേരുള്ളതുകൊണ്ട് പരിചയമുള്ളവർ അയാളെ അറിയിക്കും. പീറ്റേഴ്സൺ, ഇത് ഇന്നത്തെ പത്രത്തിൽ തന്നെ കൊടുക്കണം. ശരി സാർ, എന്നാൽ ഈ രത്നം താങ്കൾ തന്നെ സൂക്ഷിക്കൂ. ശരി, ഞാൻ സൂക്ഷിച്ചുകൊള്ളാം. പിന്നെ മടങ്ങി വരുമ്പോൾ ഒരു താറാവിനെ കൂടി വാങ്ങിക്കൊണ്ട് പോന്നോളൂ. ഉടമസ്ഥൻ വരുമ്പോൾ കൊടുക്കണ്ടേ? അയാളുടെ താറാവ് നിങ്ങളുടെ കറിച്ചട്ടിയിലാണല്ലോ. കോൺസ്റ്റബിൾ പോയപ്പോൾ ഹോംസ് രത്നമെടുത്ത് വെളിച്ചത്തിന് നേരെ പിടിച്ചു നോക്കി. എന്തു ഭംഗി! കുറ്റകൃത്യങ്ങളുടെ ബീജവും കേന്ദ്രസ്ഥാനവുമാണിത്. ഇത്ര മനോഹരമായൊരു കൊച്ചു കളിപ്പാട്ടം കഴുമരത്തിലേക്കും കൽത്തുറങ്കിലേക്കുമുള്ള വഴികാട്ടിയാണെന്ന് ആരെങ്കിലും കരുതുമോ? ഇതിനെ ഭദ്രമായി പൂട്ടിവെച്ചിട്ട് കിട്ടിയ വിവരത്തിന് പ്രഭ്വിക്കൊരു കത്തയക്കാം. ഹോർണർ നിരപരാധിയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? വാട്സൺ, അതിപ്പോൾ പറയാൻ പ്രയാസമാണ്. എന്നാൽ മറ്റേയാൾക്ക്, ഹെൻറി ബേക്കർക്ക് ഇതുമായി ബന്ധമുണ്ടെന്ന് കരുതാമോ? ഹെൻറി ബേക്കർ നിരപരാധിയാകാനാണിട. തന്റെ കയ്യിലിരുന്ന താറാവിന് അത്രയും വലിപ്പമുള്ള സ്വർണ്ണ താറാവിനേക്കാൾ വിലയുണ്ടെന്ന് അയാൾ അറിഞ്ഞിരിക്കില്ല. നമ്മുടെ പരസ്യത്തിന് മറുപടി കിട്ടിയാൽ ഒരു ചെറിയ പരീക്ഷണം കൊണ്ട് ഞാനത് തീർച്ചപ്പെടുത്തും. അതുവരെ മറ്റൊന്നും ചെയ്യാനില്ലല്ലോ. എങ്കിൽ ഞാൻ എന്റെ ജോലിക്കായി കുറെ സമയം ചിലവഴിക്കട്ടെ. വൈകുന്നേരം താങ്കൾ പറഞ്ഞ സമയത്ത് ഞാൻ വരും. ഈ കുഴഞ്ഞ പ്രശ്നത്തിന്റെ ഉത്തരം എന്താണെന്ന് അറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. വളരെ സന്തോഷം വാട്സൺ. വാട്സൺ ഒരു രോഗിയെ സന്ദർശിച്ച് മടങ്ങാൻ അല്പം വൈകിപ്പോയി. ബേക്കർ സ്ട്രീറ്റിൽ വീണ്ടും എത്തിയപ്പോൾ 6:30 കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് വീടിന് മുന്നിൽ കഴുത്തറ്റം ബട്ടണിട്ട കോട്ട് ധരിച്ച ഉയരം കൂടിയ ഒരാൾ നിൽക്കുന്നത് കണ്ടത്. അയാളും വാട്സണും ഒരുമിച്ചാണ് ഹോംസിന്റെ മുറിയിൽ പ്രവേശിച്ചത്. ആ മിസ്റ്റർ ഹെൻറി ബേക്കർ അല്ലേ? ഹോംസ് കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റ് സൗഹൃദപൂർവ്വം സ്വാഗതം ചെയ്തു. താങ്കൾ ഈ കസേരയിൽ നെരിപ്പോടിനരികിലിരിക്കൂ. രാത്രി തണുപ്പ് കൂടുതലാണ്. ആ വാട്സൺ, നിങ്ങൾ യഥാസമയം തന്നെ എത്തിയല്ലോ. മിസ്റ്റർ ബേക്കർ, ഈ തൊപ്പി താങ്കളുടേതാണോ? അതെ സാർ, എന്റേത് തന്നെ, സംശയമില്ല. അയാൾ ഒരു വലിയ മനുഷ്യനായിരുന്നു. തടിച്ചുരുണ്ട ചുമലുകൾ, വലിയ തല, വിസ്താരമേറിയ ചൈതന്യവത്തായ മുഖം, നരച്ചു തുടങ്ങിയ ചെമ്പിച്ച താടി, മൂക്കിലും കവിളിലും തെളിഞ്ഞിരുന്ന അരുണിമച്ചവി, നീട്ടിയ കൈകളിലെ വിറയലും ഹോംസ് നേരത്തെ സൂചിപ്പിച്ച സ്വഭാവ വിശേഷങ്ങളെ വെളിപ്പെടുത്തി. കോട്ടിനുള്ളിൽ ഷർട്ട് ധരിച്ചിരുന്ന ലക്ഷണമൊന്നും കണ്ടില്ല. മെല്ലെ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിച്ചുകൊണ്ടുള്ള അയാളുടെ സംഭാഷണ രീതിയിൽ നിന്നും ആളൊരു സത്യസന്ധനാണെന്നും ദൗർഭാഗ്യം കൊണ്ടാണ് ഈ നിലയിലെത്തിയതെന്നും മനസ്സിലാക്കാം. ഞങ്ങളിതിവിടെ വെച്ചിരിക്കുകയായിരുന്നു. ഈ തൊപ്പി നഷ്ടപ്പെട്ട വിവരം നിങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന് ഞാൻ കരുതി. എന്താണ് അങ്ങനെ ചെയ്യാഞ്ഞത്? അവരുടെ സന്ദർശകന്റെ ചുണ്ടിൽ നാണം കലർന്ന ചിരി വിടർന്നു. പണ്ടത്തെ കാലമല്ല, ഇപ്പോൾ പണത്തിന് ഞെരുക്കമാണ്. എന്നെ ആക്രമിച്ച തെമ്മാടികൾ തൊപ്പിയും താറാവും എടുത്തുകൊണ്ടുപോയെന്ന് ഞാൻ ഉറപ്പിച്ചു. കിട്ടാത്ത വസ്തുവിനു വേണ്ടി കൂടുതൽ നഷ്ടപ്പെടാൻ മടിച്ചതാണ്. അത് സ്വാഭാവികമാണ്. പിന്നെ താറാവിന്റെ കാര്യം, ഞങ്ങൾക്കതിനെ കറി വെക്കേണ്ടി വന്നു. കറി വച്ചോ? അയാൾ അത്ഭുത പരതന്ത്രനായി കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അതെ, അല്ലെങ്കിൽ ഉപയോഗശൂന്യമായി പോയനെ. പകരം ആ ഷെൽഫിലിരിക്കുന്ന താറാവിനെ താങ്കൾ എടുത്തോളൂ. ഏതാണ്ട് അതേ തൂക്കമുണ്ട്. പുതിയതുമാണ്. പോരെ? ഓഹോ, മതി. ദീർഘനിശ്വാസത്തോടെ മിസ്റ്റർ ബേക്കർ പറഞ്ഞു. പിന്നെ നിങ്ങളുടെ താറാവിന്റെ തൂവലും ചുണ്ടും കുടലും മറ്റും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ. ആ മനുഷ്യൻ പൊട്ടിച്ചിരിച്ചു. എന്തിന്? അന്നത്തെ സാഹസത്തിന്റെ സ്മരണയ്ക്കായി സൂക്ഷിക്കാനോ? വേറെന്തിനു കൊള്ളാം സാർ. ഹോംസ് വാട്സനെ നോക്കി കണ്ണുറുക്കി. ശരി, നിങ്ങളുടെ താറാവിനെടുത്തോളൂ. ഇതാ നിങ്ങളുടെ തൊപ്പി. പിന്നെ നിങ്ങൾ താറാവിനെ എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് പറയുമോ? എനിക്കതിൽ താല്പര്യമുണ്ട്. ഇത്രയും നല്ല ഒരെണ്ണത്തിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഓ, അതിനെന്താ? മ്യൂസിയത്തിന് സമീപം ആൽഫ ഹോട്ടലിൽ ഞങ്ങൾ കുറെ പേർ പതിവായി ചെന്നിരിക്കാറുണ്ട്. പകൽ സമയം മിക്കവാറും മ്യൂസിയത്തിൽ തന്നെ. നല്ലവനായ ഹോട്ടൽ ഉടമസ്ഥൻ വിൻഡിഗേറ്റ് ഇക്കൊല്ലം ഒരു താറാവ് ക്ലബ്ബ് തുടങ്ങി. അത് ഓരോ ആഴ്ചയും കുറച്ച് പെനി വീതം കൊടുത്താൽ ക്രിസ്മസിന് ഒരു ഒന്നാന്തരം താറാവിനെ സ്വന്തമാക്കാമെന്നതാണ് പദ്ധതി. ഞാൻ വില മുഴുവൻ അടച്ചു തീർത്തു. ശേഷമെല്ലാം താങ്കൾക്കറിയാമല്ലോ. പിന്നെ വളരെ നന്ദി സാർ. ഈ തൊപ്പിയെ എന്റെ തലയ്ക്ക് ഭാഗമാവൂ. നാടകീയമായി അയാൾ അവരെ കുനിഞ്ഞു വണങ്ങിക്കൊണ്ട് ഡോർ തുറന്ന് പുറത്തേക്ക് പോയി. അയാളുടെ പിന്നാലെ വാതിലടഞ്ഞപ്പോൾ ഹോംസ് പറഞ്ഞു, മിസ്റ്റർ ഹെൻറി ബേക്കറുടെ കാര്യം ഇത്രയുള്ളൂ. മറ്റൊന്നും അയാൾക്ക് അറിഞ്ഞുകൂടാ. വാട്സന് വിശപ്പുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞുകൂടാ. എന്നാൽ നമുക്ക് ഉടനെ തന്നെ പുറപ്പെടണം. അത്താഴം വൈകിട്ടാവാം. ശരി, അങ്ങനെ ആവട്ടെ. തണുപ്പധികമുള്ള രാത്രിയായിരുന്നു. അവർ ഓവർകോട്ട് ധരിച്ചു. കഴുത്തിന് ചുറ്റും ഷാൾ പുതച്ചു.
ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് പിന്നിട്ട് 15 മിനിറ്റ് കൊണ്ട് ബ്ലൂസ്ബറിയിലെ ആൽഫ ഹോട്ടലിലെത്തി. ഹോൾബോണിലേക്കുള്ള ജംഗ്ഷനിൽ ഒരു മൂലയിലുള്ള ചെറിയ ഹോട്ടലായിരുന്നു അത്. ഹോംസ് വാതിൽ തുറന്ന് പ്രൈവറ്റ് ബാറിൽ പ്രവേശിച്ച് 2 ഗ്ലാസ് ബിയർ ആവശ്യപ്പെട്ടു. ചുവന്ന മുഖമുള്ള ഹോട്ടൽ ഉടമസ്ഥനോട് ഹോംസ് പറഞ്ഞു, ഹലോ, നിങ്ങളുടെ താറാവിനെ പോലെ തന്നെയാണ് ബിയറുമെങ്കിൽ അത് ഒന്നാന്തരമായിരിക്കും. എന്റെ താറാവോ? അതെ, അരമണിക്കൂർ മുൻപ് ഞാൻ അതേപ്പറ്റി നിങ്ങളുടെ താറാവ് ക്ലബിലെ അംഗമായ മിസ്റ്റർ ഹെൻറി ബേക്കറുമായി സംസാരിക്കുകയായിരുന്നു. ഓ അതോ, അത് ശരി. പക്ഷെ സാർ, അത് ഞങ്ങളുടെ താറാവല്ല. പിന്നെ ആരുടേതാണ്? കവൻ ഗാർഡനിലെ ഒരു കച്ചവടക്കാരിൽ നിന്നാണ് 2 ഡസൻ താറാവുകൾ ഞാൻ വാങ്ങിയത്. ഓ, അവിടെയുള്ള ചിലരെ എനിക്കറിയാം. അയാളുടെ പേരെന്താണ്? ബ്രക്കിൻറിഡ്ജ് എന്നാണ്. ശരി, വളരെ നന്ദി. തണുത്ത കാറ്റിൽ പുറത്തിറങ്ങവേ ഹോംസ് പറഞ്ഞു, ഇനി അടുത്തത് മിസ്റ്റർ ബ്രക്കിൻറിഡ്ജിനെ തേടി. വാട്സൺ, ഒരു കാര്യം ഓർമ്മിക്കണം. നമ്മുടെ ഈ ചങ്ങലയുടെ ഇങ്ങേയറ്റത്ത് വെറുമൊരു താറാവാണെങ്കിലും മറ്റേറ്റത്ത് ഒരു മനുഷ്യനാണെന്ന് ഓർമ്മ വേണം. അയാളുടെ നിരപരാധിത്വം തെളിയിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ 7 വർഷം അയാൾ ഇരുമ്പഴിക്കുള്ളിൽ കഴിയേണ്ടി വരും. ചിലപ്പോൾ അയാൾ അപരാധി എന്നായിരിക്കും തെളിയുന്നത്. എന്തായാലും പോലീസിന് കിട്ടാത്ത ഒരു അന്വേഷണ മാർഗം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഭാഗ്യവശാലാണ് ഇങ്ങനൊരു അവസരം കൈവന്നത്. അതിന്റെ അവസാനം കണ്ടിട്ട് തന്നെ വേറെ കാര്യം. വരൂ വാട്സൺ. ഹോൾബോൺ കടന്ന് എൻഡൽ സ്ട്രീറ്റിലൂടെ കവൻ ഗാർഡൻ മാർക്കറ്റിലെ ചതുപ്പ് നിലത്തിനിടയിലെ വളഞ്ഞു പുളഞ്ഞ പാത അവർ പിന്നിട്ടു. ഒരു വലിയ കടയുടെ മുന്നിൽ ബ്രക്കിൻറിഡ്ജ് എന്ന പേര് കണ്ടു. കൂർത്ത മുഖവും കൃതാവുമുള്ള ഉടമസ്ഥൻ കട അടയ്ക്കുന്നതിന് ഒരു പയ്യനെ സഹായിക്കുകയായിരുന്നു. നല്ല തണുപ്പുള്ള രാത്രി. കച്ചവടക്കാരൻ തലയാട്ടി ചോദ്യരൂപേണ ഹോംസിനെ നോക്കി. താറാവുകളെല്ലാം വിറ്റ് കഴിഞ്ഞോ? ആ, നാളെ രാവിലെ ആവട്ടെ. അതുപോരല്ലോ. എന്നാ അതാ വിളക്ക് കാണുന്ന കടയിൽ അവിടെ കണ്ടേക്കും. പക്ഷെ ഇവിടുന്ന് വാങ്ങാൻ ഒരാൾ ശുപാർശ ചെയ്തതാണ്. അതാരാണ്? ആൽഫ ഹോട്ടലിന്റെ ഉടമസ്ഥൻ. ആ, ഞാൻ അയാൾക്ക് 2 ഡസൻ താറാവുകളെ വിറ്റിട്ടുണ്ട്. ഒന്നാന്തരം ഇറച്ചിയായിരുന്നു. അതെവിടുന്ന് കിട്ടിയതാണ്? ആ ചോദ്യം അയാളെ ചുണ്ടി പിടിപ്പിച്ചു. ഇടുപ്പിൽ കൈവച്ച് തല ഒരു വശത്തേക്ക് തിരിച്ച് അയാൾ പറഞ്ഞു, മിസ്റ്റർ, നിങ്ങൾക്ക് എന്ത് വേണം? തുറന്നു പറയണം. തുറന്നു തന്നെയാണ് പറയുന്നത്. ആൽഫ ഹോട്ടലിൽ നിങ്ങൾ കൊടുത്ത താറാവ് എവിടെ നിന്ന് വാങ്ങിയെന്നറിഞ്ഞാൽ മതി. അത് പറയാനിപ്പോൾ മനസ്സില്ല. എന്നാലോ? മനസ്സില്ലെങ്കിൽ വേണ്ട. പക്ഷേ ഇത്ര നിസ്സാരമായ ഒരു കാര്യത്തിന് നിങ്ങൾ ചൂടാവുന്ന എന്തിന്? ചൂടാവുന്നോ? ആരായാലും ചൂടായി പോവും. ഞാൻ പണം കൊടുത്താണ് താറാവിനെ വാങ്ങുന്നത്, അല്ലാണ്ട് എനിക്ക് വെറുതെ കിട്ടുന്നതല്ല. എവിടുന്ന് വാങ്ങി, ആർക്ക് വിറ്റു, എന്തൊക്കെ അറിയണം. ലോകത്ത് വേറെ താറാവില്ലാത്ത പോലെ. അങ്ങനെ അന്വേഷിക്കുന്നവരുമായി എനിക്ക് ബന്ധമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പന്തയം പൊളിഞ്ഞു, അത്ര തന്നെ. ഈ താറാവിറച്ചിയുടെ കാര്യത്തിൽ എന്നെ തോൽപ്പിക്കാമെന്ന് ആരും വിചാരിക്കണ്ട. ഞാൻ കഴിച്ച താറാവ് നാടനാണെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് 5 പവൻ പന്തയം വെച്ചത്. പന്തയമോ? എന്നാ നിങ്ങളുടെ 5 പവൻ പോയത് തന്നെ. അത് നാടനൊന്നുമല്ല, കച്ചവടക്കാരൻ പറഞ്ഞു. ഇല്ല, അത് നാടൻ തന്നെയാണ്. അല്ലെന്ന് ഞാൻ പറയുന്നു. എനിക്ക് വിശ്വാസമാവുന്നില്ല. താറാവിനെ കുറിച്ച് എന്നേക്കാൾ നിങ്ങൾക്കറിയാമോ? ഞാൻ ഈ പണി തുടങ്ങിയിട്ട് കാലം കുറയായി. ആൽഫ ഹോട്ടലിലേക്ക് കൊടുത്തതിൽ ഒന്നുപോലും നാടനല്ലെന്ന് ഞാൻ പറയുന്നു. എന്തു പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുകയില്ല. എന്നാ പന്തയം വെക്കാമോ? വെറുതെ നിങ്ങളുടെ പണം നഷ്ടപ്പെടുത്തരുത്. ഞാൻ പറയുന്നതാണ് ശരിയെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാലും നിങ്ങളുടെ പിടിവാശി നന്നല്ല. ശരി, 1 പവൻ പന്തയം. കടക്കാരൻ ചിരിച്ചു. കുട്ടി, ആ കണക്ക് പുസ്തകം എടുത്തോണ്ട് വരൂ. പയ്യൻ കാലിക്കോ ബൈൻഡുള്ള തടിച്ച പുസ്തകവും ഒരു ചെറിയ ബുക്കും മേശപ്പുറത്ത് വിളക്കിന് താഴെ കൊണ്ടുവന്ന് വെച്ചു. മിസ്റ്റർ പന്തയം, ഇത് നോക്കൂ. ഈ ചെറിയ ബുക്ക് ഉണ്ടോ? ഇത് ഞാൻ വാങ്ങുന്നതിന്റെ കണക്കാണ്. നാടൻ താറാവുകളുടെ കണക്ക് ഇതാ. ഈ എതിരെയുള്ള നമ്പർ ലെഡ്ജറിൽ ഏത് പേജിലാണ് എഴുതിയിരിക്കുന്നതെന്ന് കാണിക്കുന്നു. ഇതാ, നേരെ മറുപുറത്ത് ചുവന്ന മഷിയിൽ എഴുതിയിട്ടുള്ളത് കണ്ടോ? ഇത് സപ്ലൈ ചെയ്യുന്നവരുടെ പേരാണ്. ശരിക്കും വായിക്കൂ. ഷെർലക് ഹോംസ് അത് വായിച്ചു. മിസ്സിസ് ഓക്സ്ഷോട്ട്, 117 ബ്രിക്സ്റ്റൺ റോഡ്, 249. കണ്ടോ? അത് തന്നെ. ഇനി ലെഡ്ജറിലെ പേജ് നോക്കൂ. ഹോംസ് അയാൾ പറഞ്ഞ പേജ് മറിച്ചു. അതെ, മിസ്സിസ് ഓക്സ്ഷോട്ട്, 111 ബ്രിക്സ്റ്റൺ റോഡ്, മുട്ട കോഴി വ്യാപാരം. അതിൽ അവസാനത്തെ തീയതി ഡിസംബർ 22. താറാവ് 24 എണ്ണം, 7 ഷില്ലിംഗ് 6 പെൻസ് വീതം. വിറ്റത് ആൽഫയിലെ വിൻഡിഗേറ്റിന് 12 ഷില്ലിംഗ് വീതം. കണ്ടോ? ഇപ്പോഴെന്ത് പറയുന്നു? ഷെർലക് ഹോംസ് ഇച്ഛാഭംഗം വന്നവനെ പോലെ കാണപ്പെട്ടു. പോക്കറ്റിൽ നിന്നും 1 പവന്റെ നാണയമെടുത്ത് അയാൾക്ക് കൊടുത്തിട്ട് നിരാശ കൊണ്ട് സംസാരിക്കാനാവാതെ തിരിഞ്ഞു നടന്നു. കുറച്ചകലെ ഒരു വിളക്ക് തൂണിന്റെ ചുവട്ടിൽ നിന്ന് അദ്ദേഹം ശബ്ദമുണ്ടാക്കാതെ അടക്കി ചിരിച്ചു. ഹോംസിന്റെ പ്രത്യേക രീതിയിലുള്ള ചിരി. വാട്സൺ, കൃതാവും പോക്കറ്റിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കുതിരപ്പന്തയ ടിക്കറ്റും കണ്ടാൽ നിങ്ങൾക്ക് അയാളുമായി വാതുകെട്ടാം. സംശയിക്കണ്ട. പന്തയത്തിന്റെ പേരിലല്ലെങ്കിൽ ഒരു 100 പവൻ കൊടുക്കാമെന്ന് പറഞ്ഞാലും ഇത്രയും കാര്യങ്ങൾ അയാൾ പറഞ്ഞു തരില്ല. വാട്സൺ, നമ്മുടെ ഗവേഷണം അവസാനത്തോടടുക്കുന്നു. മിസ്സിസ് ഓക്സ്ഷോട്ടിന്റെ അടുത്തേക്കുള്ള യാത്ര ഇന്ന് രാത്രി തന്നെ വേണോ നാളെ മതിയോ എന്ന് തീരുമാനിക്കണം. അയാൾ പറഞ്ഞതിൽ നിന്നും നമ്മൾ മാത്രമല്ല മറ്റു ചിലരും ഇക്കാര്യത്തിൽ തൽപരരാണെന്ന് തെളിയുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് അവർ അല്പം മുമ്പ് പുറത്തിറങ്ങിയ കടയിൽ നിന്നും ഒരു ബഹളം കേട്ടു. അവിടെ കടയ്ക്ക് മുൻപിൽ പെരിച്ചാഴിയെ പോലെ മുഖമുള്ള ഒരാൾ എന്തിനോ വേണ്ടി കെഞ്ചുന്നു. കടക്കാരൻ ബ്രക്കിൻറിഡ്ജ് നടയിൽ നിന്ന് അയാളുടെ നേർക്ക് കൈയോങ്ങി ആട്ടിപ്പായിക്കാൻ ശ്രമിക്കുന്നു. താനും തന്റെ ഒരു താറാവും, നാശങ്ങൾ.
എന്തൊരു ശല്യമാണിത്. ഇനി ഇവിടെ എങ്ങാനും കണ്ടുപോയാൽ ഞാൻ പട്ടി അഴിച്ചു വിടും, പറഞ്ഞേക്കാം. മിസ്സിസ് ഓക്സ്ഫോർഡ് വരട്ടെ, ഞാൻ മറുപടി പറയാം. തനിക്കിതിലെന്ത് കാര്യം? താനല്ലോ എനിക്ക് താറാവിന് തന്നത്. സുഹൃത്തെ, അതല്ല, അതിലൊരെണ്ണം എന്റേതായിരുന്നു. ആ കൊച്ചു മനുഷ്യൻ വിലപിച്ചു. എന്നാൽ മിസ്സിസ് ഓക്സ്ഫോർഡിനോട് ചോദിക്കൂ. അവരാണ് പറഞ്ഞത് നിങ്ങളോട് ചോദിക്കാൻ. എന്നാൽ നിങ്ങൾ ദൈവം തമ്പുരാന്റെ അടുത്ത് പോയി ചോദിക്കേ. ഇനി ഇവിടെ എങ്ങാനും കണ്ടുപോരുത്. അയാൾ മുഷ്ടി ചുരുട്ടി പാഞ്ഞു ചെന്നപ്പോൾ ആ അന്വേഷകൻ ഇരുട്ടിലേക്ക് ഓടിമറഞ്ഞു. വാട്സൺ, ബ്രക്സ്റ്റൺ റോഡിലേക്കുള്ള നമ്മുടെ യാത്ര ലാഭിക്കാം. എന്റെ കൂടെ വരൂ. അയാളെ പിടികൂടിയാൽ ചിലതൊക്കെ അറിയാം. വഴിപോക്കരുടെ ഇടയിൽ കൂടി ഊളിയിട്ട് ചെന്ന് ഹോംസ് വേഗം ആ കുറിയ മനുഷ്യനെ കണ്ടെത്തി. പുറകിൽ കൂടി ചെന്ന് അയാളുടെ തോളിൽ തട്ടി. അയാൾ ഞെട്ടിത്തിരിഞ്ഞു. തെരുവ് വിളക്കിന്റെ പ്രകാശത്തിൽ അയാളുടെ വിളറിയ മുഖം അവർ വ്യക്തമായി കണ്ടു. നിങ്ങൾ ആരാണ്? എന്തു വേണം? വിറയ്ക്കുന്ന സ്വരത്തിൽ അയാൾ പറഞ്ഞു. ക്ഷമിക്കൂ, നിങ്ങൾ കച്ചവടക്കാരനോട് ഇപ്പോൾ ചോദിച്ചത് ഞാൻ കേട്ടു. നിങ്ങളെ സഹായിക്കാൻ എനിക്ക് സാധിക്കും. നിങ്ങൾക്കോ? നിങ്ങൾ ആരാണ്? ഇക്കാര്യത്തെപ്പറ്റി നിങ്ങൾക്ക് എന്തറിയാം? എന്റെ പേര് ഷെർലക് ഹോംസ് എന്നാണ്. മറ്റുള്ളവർക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നതാണ് എന്റെ ജോലി. പക്ഷെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. എനിക്കെല്ലാം അറിയാം. ബ്രക്സ്റ്റൺ റോഡിലെ മിസ്സിസ് ഓക്സ്ഫോർഡ് ബ്രക്കിൻ റിഡ്ജ് എന്ന ഒരു കടക്കാരന് വിറ്റതും അയാളിൽ നിന്നും ഹോട്ടൽ ആൽഫയിലെ മിസ്റ്റർ വിൻഡിഗേറ്റ് വാങ്ങിയതും അയാൾ മിസ്റ്റർ ഹെൻറി ബേക്കർ അംഗമായ ക്ലബിന് കൊടുത്തതുമായ താറാവിന്റെ കാര്യമാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്. സാർ, താങ്കളെ തന്നെയാണ് എനിക്ക് കാണേണ്ടത്. വിറയ്ക്കുന്ന കൈകൾ നീട്ടി യാചിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. ഇക്കാര്യത്തിൽ എനിക്ക് എത്രമാത്രം താല്പര്യമുണ്ടെന്ന് താങ്കൾക്ക് അറിഞ്ഞുകൂടാ. അതുവഴി വന്ന ഒരു കുതിരവണ്ടി ഹോംസ് വിളിച്ചു നിർത്തി. എങ്കിൽ ഈ തണുപ്പിലും കാറ്റിലും ഇവിടെ തെരുവിൽ നിന്ന് സംസാരിക്കേണ്ട. ഞങ്ങളുടെ മുറിക്കകത്ത് സുഖമായിരുന്നു ചർച്ച ചെയ്യാം. അതിനു മുൻപ് എന്റെ സഹായം ആവശ്യപ്പെടുന്ന നിങ്ങളുടെ പേര്? അല്പം അറച്ചു നിന്നിട്ട് ഒരു വശത്തേക്ക് നോക്കി അയാൾ പറഞ്ഞു. എന്റെ പേര് ജോൺ റോബിൻസൺ എന്നാണ്. അതല്ല നിങ്ങളുടെ ശരിയായ പേര്, ഹോംസ് ശാന്തമായി മധുരസ്വരത്തിൽ പറഞ്ഞു. അയാളുടെ മുഖത്ത് ലജ്ജയുടെ മിന്നാട്ടം തെളിഞ്ഞു. ഓ ശരി, എന്റെ പേര് ജോൺ റൈഡർ എന്നാണ്. അത് വാസ്തവം തന്നെ. ഹോട്ടൽ കോസ്മോപൊളിറ്റനിലെ പരിചാരക പ്രധാനി. ദയവായി വണ്ടിയിൽ കയറൂ. നിങ്ങൾക്കറിയേണ്ടതെല്ലാം ഞാൻ പറഞ്ഞു തരാം. അയാൾ ഹോംസിനെയും വാട്സനെയും മാറി മാറി നോക്കി. ആ നോട്ടത്തിൽ ഭയവും പ്രതീക്ഷയും നിഴലിച്ചിരുന്നു. കുതിരവണ്ടിയിൽ അരമണിക്കൂർ യാത്ര ചെയ്ത് അവർ ബേക്കർ സ്ട്രീറ്റിലെ മുറിയിലെത്തി. വഴിയിൽ ആരും ഒന്നും സംസാരിച്ചില്ല. മുറിയിൽ പ്രവേശിച്ചപ്പോൾ ഹോം സന്തോഷത്തോടെ പറഞ്ഞു. ഈ കാലാവസ്ഥയിൽ നെരിപ്പോട് അത്യാവശ്യം തന്നെ. താങ്കൾ അവിടെ ഇരിക്കൂ. മിസ്റ്റർ റൈഡർ, ആ താറാവുകളെ പറ്റിയാണ് അറിയേണ്ടത് അല്ലേ? അതെ സാർ. ശരിക്കു പറഞ്ഞാൽ അതിൽ ഒരു താറാവിനെ പറ്റി. വെളുത്ത വാലിൽ കുറുകെ കറുപ്പടയാളമുള്ള ഒരെണ്ണത്തിനെ പറ്റി അല്ലേ? റൈഡർ വികാരഭരിതനായി ശരീരം വിറച്ചു. അത് തന്നെ സാർ. അതെവിടെയാണെന്ന് പറയാമോ? അതിവിടെ തന്നെ വന്നു ചേർന്നു. ഇവിടെയോ? അതെ, ഒന്നാന്തരം താറാവായിരുന്നു. നിങ്ങൾ അതിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നതിൽ അത്ഭുതമില്ല. ചത്തുകഴിഞ്ഞിട്ടും അതൊരു മുട്ടയിട്ടു. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ തിളങ്ങുന്ന ചെറിയ ഒരു നീലമുട്ട. ഞാനത് എൻ്റെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആഗതൻ ആടി ആടി എഴുന്നേറ്റ് നിന്നു. വീഴാതിരിക്കാൻ വലത് കൈകൊണ്ട് കൈവരിയിൽ പിടിച്ചു. ഹോംസ് ഇരുമ്പ് പെട്ടി തുറന്ന് നീലമാണിക്യം പുറത്തെടുത്തു. ഒരു നക്ഷത്രം പോലെ ശീതകിരണങ്ങൾ പ്രസരിപ്പിച്ച് അത് വെട്ടിത്തിളങ്ങി. റൈഡർ വല്ലാത്ത പിരിമുറുക്കത്തോട് നിന്നു. അതിന്മേൽ അവകാശം ഉന്നയിക്കണോ നിരാകരിക്കണോ എന്നറിയാതെ മിഴിച്ചു നോക്കി. റൈഡർ, നിങ്ങളുടെ കള്ളി വിളിച്ചത്തായിരിക്കുന്നു. ഹോംസ് ശാന്തനായി പറഞ്ഞു. നിങ്ങൾ നേരെ നിൽക്കൂ, അല്ലെങ്കിൽ ആ തീയുടെ പുറത്തേക്ക് മറിഞ്ഞു വീഴും. വാട്സൺ, അയാളെ താങ്ങിപ്പിടിച്ച് കസേരയിലിരുത്തു. കുറ്റം വെളിപ്പെട്ടപ്പോൾ പിടിച്ചു നിൽക്കാനുള്ള ചങ്കുറപ്പില്ല അല്ലേ? വാട്സൺ, അല്പം ബ്രാൻഡി കൊടുക്കൂ. മറിഞ്ഞു വീഴാൻ തുടങ്ങിയെങ്കിലും ബ്രാൻഡി ഉള്ളിൽ ചെന്നപ്പോൾ റൈഡറുടെ മുഖത്ത് രക്തപ്രസാദമുണ്ടായി. ഭയന്ന കണ്ണുകൾ തന്റെ പ്രതിയോഗിയുടെ മുഖത്ത് തറപ്പിച്ച് അയാൾ ഇരുന്നു. എല്ലാ തെളിവുകളും എന്റെ പക്കലുണ്ട്. നിങ്ങൾ ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. എങ്കിലും കേസ് പൂർത്തിയാവുന്നതിന് ഒരു വിവരം മാത്രം അറിയണം. റൈഡർ, നിങ്ങൾ മോർക്കോർ പ്രഭയുടെ നീലമാണിക്യത്തെപ്പറ്റി നേരത്തെ കേട്ടിരുന്നോ? ഹാ, കാതറിൻ കസാക്കാണ് എന്നോട് അത് പറഞ്ഞത്. അയാളുടെ തൊണ്ട വിറച്ചിരുന്നു. ഓഹോ, പ്രഭയുടെ ദാസി അല്ലേ? പെട്ടെന്ന് പണക്കാരനാകാമെന്ന മോഹം നിങ്ങളുടെ മുൻഗാമികളെ പോലെ നിങ്ങൾക്കുമുണ്ടായി. പക്ഷേ അതിന് പ്രയോഗിച്ച തന്ത്രം ബുദ്ധിപൂർവമായിരുന്നില്ല. റൈഡർ, നിങ്ങളിൽ ശരിയായ ഒരു തെമ്മാടിയുടെ ലക്ഷണങ്ങളെല്ലാം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈയപ്പണിക്കാരൻ ഹോർണർ ഇതുപോലൊരു സംഭവവുമായി ഇതിനു മുൻപ് ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് എല്ലാവരും അയാളെ സംശയിച്ചു കൊള്ളുമെന്ന് നിങ്ങൾ കരുതി. അതിന് നിങ്ങൾ എന്ത് ചെയ്തു? സഹായിയായ കാതറിൻ കസാക്കിനോട് ചേർന്ന് ഒരു പണി ഒപ്പിച്ചു. പ്രഭ്യയുടെ മുറിയിലെ ഇരുമ്പഴി ഇളകിയത് നേരെയാക്കാൻ അയാളെ തന്നെ വിളിക്കാനും ഏർപ്പാട് ചെയ്തു. അയാൾ പോയ ശേഷം ആഭരണപ്പെട്ടി തുറന്ന് മോഷണം നടത്തി. ബഹളമുണ്ടാക്കി ആ ഭാഗ്യദോഷിയെ അറസ്റ്റ് ചെയ്യിച്ചു. റൈഡർ പൊടുന്നനെ നിലത്ത് കമിഴ്ന്നു വീണ് ഹോംസിന്റെ പാദങ്ങളിൽ പിടിച്ചു. ദൈവത്തെ ഓർത്ത് എന്നോട് ക്ഷമിക്കൂ. എന്റെ അച്ഛനും അമ്മയും, അവർ ഹൃദയം പൊട്ടി മരിക്കും. ഇതിനു മുൻപ് ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഇനി ഒരിക്കലും ആവർത്തിക്കില്ല. സത്യം ചെയ്യാം. വേദപുസ്തകം തൊട്ട് സത്യം ചെയ്യാം. ദയവ് ചെയ്ത് മാപ്പ് തരൂ. എന്നെ കോടതിയിൽ കയറ്റരുതേ. നിങ്ങൾ പോയി ആ കസേരയിലിരിക്കൂ. ഇപ്പോൾ താണുകേണ് പറഞ്ഞാൽ പോരാ. ചെയ്യാത്ത കുറ്റത്തിന് പാവം ഹോർണറെ ജയിലടച്ചപ്പോൾ ഓർക്കണമായിരുന്നു. ഞാൻ എങ്ങോട്ടെങ്കിലും ഒളിച്ചോടാം.
ഈ നാട്ടിൽ നിന്ന് തന്നെ പോയിക്കോളാം. അപ്പോൾ അയാളുടെ മേലുള്ള കേസ് തള്ളിക്കളയും. നമുക്കതിനെപ്പറ്റി പിന്നീട് സംസാരിക്കാം. നിങ്ങൾ എന്ത് ചെയ്തു എന്ന് പറയൂ. രത്നം താറാവിന്റെ ഉള്ളിൽ എങ്ങനെ ചെന്നുപെട്ടു? താറാവ് കടയിൽ വിൽപ്പനയ്ക്കെത്തിയതെങ്ങനെ? സത്യം പറയണം. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ അതേ വഴിയുള്ളൂ. വരണ്ട ചുണ്ടുകൾ നാവ് കൊണ്ട് നനച്ച് റൈഡർ പറഞ്ഞു. നടന്നതുപോലെ തന്നെ പറയാം സാർ. ഹോർണറെ അറസ്റ്റ് ചെയ്തപ്പോൾ ഉടൻ രത്നം അവിടെ നിന്നും കടത്തണമെന്ന് ഞാൻ തീരുമാനിച്ചു. എന്റെ മുറി പോലീസ് പരിശോധിക്കുകയില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. രത്നം സൂക്ഷിച്ചു വെക്കാൻ ഹോട്ടലിൽ വേറെ സ്ഥലമില്ല. ഞാൻ ചില ഒഴിവുകഴിവുകൾ പറഞ്ഞ് എന്റെ സഹോദരിയെ കാണാൻ പോയി. അവളും ഭർത്താവ് ഓക്സ്ഫോർട്ടും ബ്രിക്സ്റ്റൺ റോഡിലാണ് താമസിക്കുന്നത്. താറാവിനെ വളർത്തി വിൽക്കുന്ന ജോലി. വഴിയിൽ ഞാൻ കണ്ട ഓരോ ആളും പോലീസുകാരനോ ഡിറ്റക്റ്റീവോ ആണെന്ന് എനിക്ക് തോന്നി. തണുത്തുറഞ്ഞ ആ രാത്രി ഞാൻ വിയർപ്പിൽ കുളിച്ചിരുന്നു. വല്ലാതെ വിളറിയിരിക്കുന്നല്ലോ. എന്താണ് കാരണമെന്ന് സഹോദരി ചോദിച്ചപ്പോൾ ഹോട്ടലിൽ മോഷണം നടന്നതിലുള്ള വിഷമമാണെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് പുകവലിക്കാമെന്ന ഭാവത്തിൽ ഞാൻ പുറത്തേക്കിറങ്ങി. എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു. എനിക്കൊരു സ്നേഹിതനുണ്ട്, മൗണ്ട്ലി. വഴിപിഴച്ചുപോയി. അടുത്ത കാലം വരെ അയാൾ ജയിലിലായിരുന്നു. കള്ളന്മാർ കളവ് മുതൽ ഒളിപ്പിച്ചു വെക്കുന്ന രീതികളെക്കുറിച്ച് അയാൾ പണ്ടൊരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു. എന്നോട് അയാൾ കള്ളം പറയുകയില്ലെന്നും ഈ രത്നം എങ്ങനെ കൈമാറാമെന്ന് അയാളോട് ചോദിക്കാമെന്നും ഞാൻ കരുതി. അയാൾ താമസിച്ചിരുന്ന കിൽബേണിലേക്ക് പോകണം. പക്ഷേ എങ്ങനെ സുരക്ഷിതമായി അയാളെ സമീപിക്കും? ഹോട്ടലിൽ നിന്നും ഇതുവരെ വരാൻ പെട്ട പാട് ഏത് നിമിഷവും ഞാൻ പിടികൂടും. ശരീരപരിശോധനയിൽ എന്റെ കോട്ടിന്റെ പോക്കറ്റിലുള്ള രത്നം കണ്ടെടുക്കും. ഇങ്ങനെയൊക്കെ ആലോചിച്ച് ചുമരിൽ ചാരി നിൽക്കെ ചുറ്റും തത്തി നടക്കുന്ന താറാവുകളെ കണ്ടപ്പോൾ എനിക്കൊരു പുതിയ ആശയം ഉദിച്ചു. ലോകത്തിലെ ഏറ്റവും പ്രമുഖനായ ഡിറ്റക്റ്റീവിനെ പോലും പറ്റിക്കാനുള്ള മാർഗം തെളിഞ്ഞു കണ്ടു. ക്രിസ്മസിന് എനിക്കിഷ്ടമുള്ള ഒരു താറാവിനെ തരാമെന്ന് എന്റെ സഹോദരി പറഞ്ഞിരുന്നു. ഇപ്പോൾ ആ താറാവിനെ കൊണ്ടുപോകണം. രത്നം താറാവിന്റെ ഉള്ളിൽ സുരക്ഷിതമായിരിക്കും. മുറ്റത്തുള്ള ഒരു ചെറിയ ഷെഡിലേക്ക് ഞാനൊരു താറാവിനെ ഓടിച്ചു കയറ്റി. വലിയ വെളുത്ത വാലിൽ വരയുള്ള ഒരെണ്ണം. ഞാനതിനെ പിടികൂടി വായ പിളർന്ന് രത്നം അകത്തേക്ക് ഇട്ടുകൊടുത്തു. വിരൽ കൊണ്ട് തള്ളി ഉള്ളിലാക്കി. പക്ഷെ അത് വിഴുങ്ങി. തൊണ്ടയിലൂടെ അത് ഇറങ്ങി പോകുന്നത് എനിക്കറിയാൻ കഴിഞ്ഞു. അപ്പോൾ അത് ചിറകിട്ടടിച്ച ബഹളം കേട്ട് എന്റെ സഹോദരി ഇറങ്ങി വന്നു. ഞാൻ അവളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും ആ താറാവ് ഓടി മറ്റുള്ളവരുടെ കൂടെ ചേർന്നു. ഹേ ജിം, നീ അവിടെ എന്ത് ചെയ്യുകയായിരുന്നു? അവൾ ചോദിച്ചു. അത് ക്രിസ്മസിന് എനിക്കൊരു താറാവിനെ തരാമെന്ന് പറഞ്ഞിരുന്നില്ലേ, കൊള്ളാവുന്നതാണോ എന്ന് നോക്കുകയായിരുന്നു. ഞാൻ മറുപടി പറഞ്ഞു. ഓ, അതിനാണോ? നിനക്ക് വേണ്ടി ഒരെണ്ണം പ്രത്യേകിച്ച് വളർത്തുന്നുണ്ട്. ജിമ്മിന്റെ താറാവ് എന്നാണ് ഞങ്ങൾ അതിന് പേരിട്ടിരിക്കുന്നത്. അതാ ആ വെളുത്തത്. ആകെ 26 ഉണ്ട്. ഒന്ന് നിനക്ക്, ഒന്ന് നമുക്ക്, ബാക്കി 2 ഡസൻ വിൽപ്പനയ്ക്കും. നന്ദി മാഗി. പക്ഷേ നിനക്ക് വിരോധമില്ലെങ്കിൽ ഞാനിപ്പോൾ പിടിച്ചു വെച്ചിരുന്നില്ലേ? അതിനെ തന്നാ മതി. മറ്റേതിന് ഇതിനേക്കാൾ 3 പൗണ്ടെങ്കിലും തൂക്കം കൂടുതൽ കാണും. ഓ, അത് സാരമില്ല, എനിക്കിത് മതി. ഇപ്പോൾ തന്നെ കൊണ്ടുപോട്ടെ. ശരി, എന്നാൽ നിന്റെ ഇഷ്ടം. ഏതാണ് നിനക്ക് വേണ്ടത്? ഇപ്പോ ഇവിടെ നിന്നില്ലേ ആ വാലിൽ കറുപ്പുള്ള വെളുത്തത്? ദേ ആ കൂട്ടത്തിൽ നടുക്ക് നിൽക്കുന്നില്ലേ? എന്നാൽ നീ അതിനെ കൊന്ന് എടുത്തുകൊണ്ട് പൊക്കോളൂ. ഞാൻ അപ്രകാരം ചെയ്തു. കിൽബേൺ വരെ താറാവിനെ ചുമന്നുകൊണ്ടുപോയി. എന്റെ ചങ്ങാതി മൗട്ട്ലിയോട് കാര്യം പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾ അയാൾക്ക് വേഗം മനസ്സിലാകും. അയാൾ പൊട്ടിച്ചിരിച്ചു. ചിരിച്ച് ശ്വാസം മുട്ടുമെന്നായി. ഒരു കത്തിയെടുത്ത് താറാവിനെ കീറി നോക്കി. പക്ഷേ രത്നം കണ്ടുകിട്ടിയില്ല. ഞാൻ സ്തംഭിച്ചു പോയി. അബദ്ധം പറ്റിയെന്ന് മനസ്സിലായി. താറാവിനെ അവിടെ ഇട്ട് ഞാൻ സഹോദരിയുടെ വീട്ടിലേക്ക് ഓടി. അവിടെ ഒരൊറ്റ താറാവ് പോലും ഇല്ലായിരുന്നു. മാഗി, ഇവിടെയുള്ള താറാവുകളെല്ലാം എവിടെ പോയി? ഞാൻ വിളിച്ചു ചോദിച്ചു. അത് കച്ചവടക്കാരൻ വന്ന് കൊണ്ടുപോയല്ലോ. ഏത് കച്ചവടക്കാരൻ? അത് കവന്റ് ഗാർഡനിലെ ബ്രെക്കിൻ റിഡ്ജ്. അല്ല, എനിക്ക് തന്നതുപോലെ വാലിൽ കറുപ്പുള്ള വേറെ ഒരെണ്ണം കൂടി ഇവിടെ ഉണ്ടായിരുന്നോ? ആ, അതെ, ഉണ്ടായിരുന്നു. ഒരുപോലുള്ള 2 എണ്ണം ഉണ്ടായിരുന്നു. എനിക്ക് പോലും അവയെ തിരിച്ചറിയാൻ കഴിയില്ല. എന്താ ചോദിക്കാൻ കാരണം? ഞാനൊന്നും മിണ്ടിയില്ല. എനിക്കെല്ലാം വ്യക്തമായി. ഞാൻ ബ്രെക്കിൻ റിഡ്ജിന്റെ കടയിലേക്ക് പാഞ്ഞു. അവിടെ ചെല്ലുന്നതിന് മുൻപ് അയാൾ എല്ലാം വിറ്റുകളഞ്ഞു. ആർക്കാണ് വിറ്റതെന്ന് അയാൾ പറഞ്ഞില്ല. ഞാൻ എത്ര കെഞ്ചിയിട്ടും ഫലമുണ്ടായില്ല. ഇന്ന് രാത്രി താങ്കൾ തന്നെ നേരിട്ട് അറിഞ്ഞതാണല്ലോ. എന്റെ സഹോദരി വിചാരിക്കുന്നത് എനിക്ക് ഭ്രാന്താണെന്നാണ്. ഭ്രാന്ത് പിടിച്ചു പോയെന്ന് എനിക്ക് തന്നെ ചിലപ്പോൾ തോന്നിപ്പോകുന്നു. ഇപ്പോൾ ഞാനൊരു കള്ളനുമായി. എന്റെ സൽപ്പേര് എന്തിനു വേണ്ടി നഷ്ടപ്പെടുത്തിയോ ആ വസ്തു കൈകൊണ്ട് തൊടാൻ പോലും ആവാതെ ഞാനൊരു കള്ളനായി. ദൈവമേ, ഇനി എന്ത് ചെയ്യും? വിതുമ്പി കരഞ്ഞുകൊണ്ട് അയാൾ മുഖം പൊത്തി. ദീർഘനേരം നിശബ്ദത തളം കെട്ടി നിന്നു. അയാളുടെ ശ്വാസോച്ഛ്വാസവും ഷെർലക് ഹോംസ് വിരലുകൾ കൊണ്ട് മേശപ്പുറത്ത് താളം പിടിക്കുന്ന ശബ്ദവും മാത്രം കേൾക്കാമായിരുന്നു. പെട്ടെന്ന് ഹോംസ് എണീറ്റ് കതക് തുറന്നു. മിസ്റ്റർ റൈഡർ, പുറത്തു കടക്ക്. എന്ത് സാർ? ദൈവം അങ്ങയെ രക്ഷിക്കും. മിണ്ടിപ്പോരുത്. ഇനി ഒരു നിമിഷം പോലും എന്റെ കൺമുമ്പിൽ കണ്ടുപോകും. അയാൾ മിണ്ടാനൊന്നും നിന്നില്ല. ഒറ്റപ്പാച്ചിൽ. ഓണിപ്പടികളിൽ പടപട ശബ്ദം. കതകടയ്ക്കുന്ന ഒച്ച. ഹോംസ് പുകവലിക്കുന്ന പൈപ്പ് കയ്യിലെടുത്ത് പറഞ്ഞു. വാട്സൺ, പോലീസിന്റെ കഴിവില്ലായ്മ നികത്താൻ എന്നെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഹോർണർ അപകടത്തിൽപ്പെട്ടെങ്കിൽ അത് വേറെ കാര്യം. ഏതായാലും സാക്ഷി പറയാൻ ആളില്ല. ഞാൻ കുറ്റകൃത്യത്തിന് കൂട്ടുനിൽക്കുകയാണെന്ന് തോന്നുന്നു. എങ്കിലും ഒരാത്മാവ് രക്ഷപ്പെടട്ടെ.
അയാൾ ഇനി തെറ്റ് ചെയ്യുകയില്ല. ശരിക്കും പേടിച്ചുപോയി. ഇനി ജയിലിലടച്ചാൽ ജീവിതകാലം അത്രയും ജയിൽ പുള്ളിയായി തീരുമെന്നല്ലാതെ വേറൊന്നും നേടാനില്ല. പോരെങ്കിൽ ഇത് പ്രായശ്ചിത്തത്തിന്റെ സീസണാണ്. സന്ദർഭവശാൽ വളരെ വിചിത്രമായ ഒരു പ്രശ്നം നമുക്ക് ഗവേഷണത്തിന് ലഭിച്ചു. അതുതന്നെയാണ് അതിന്റെ പ്രതിഫലവും. അങ്ങനെ ആ കേസ് അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ പുതിയൊരു കേസുമായി കാണാം.